ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ഇഷിതയും വീട്ടുകാരും കൂടെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സുജി പറയും, ഇന്നലെ സ്വപ്നവല്ലി അമ്മ ഇവിടെ വന്നിരുന്നു. വിവാഹബന്ധം വേർപ്പെടുത്തുമെന്ന് പറഞ്ഞായിരുന്നു എൻട്രി. ഇളയമ്മ അടിച്ചൊതുക്കി ചുരുട്ടി വിട്ടിട്ടുണ്ട്. എൻ്റെ മോളെ സംരക്ഷിക്കാൻ എനിക്കറിയാം എന്ന അടിപൊളി കൈയടിക്കേണ്ട ഡയലോഗ് തന്നെയായിരുന്നു എന്ന് പറയുമ്പോൾ ഇഷിതയുടെ അമ്മ ചോദിക്കുന്നുണ്ട്, മോളെ മഹേഷ് എന്തെങ്കിലും പറഞ്ഞോ? ഇല്ലമ്മേ, ഞാനും മഹേഷും തമ്മിൽ ഒരു പ്രശ്നവുമില്ല. ഇടയ്ക്കൊക്കെ ഇങ്ങനെ പൊട്ടിത്തെറിക്കും, കുറച്ചു കഴിഞ്ഞ് സോറിയും പറയും എന്ന് പറഞ്ഞ് സുജിയോട് പറയുന്നുണ്ട്, നീ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞെങ്കിൽ വാ, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയണേ. അങ്ങനെ ഇഷിതയുടെ കൂടെ സുജി റൂമിലേക്ക് പോകുന്നു. അവർ പോയതിന് ശേഷം മാഷി പറയുന്നുണ്ട്, നമ്മളുടെ മകൾ എത്ര കൂളായിട്ടാ കാര്യങ്ങളെ സമീപിക്കുന്നത്. എനിക്ക് പോലും അങ്ങനെ കഴിയാറില്ല. നമ്മൾ വഴക്ക് പറഞ്ഞതൊന്നും അവളുടെ മനസ്സിലില്ല. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇഷിതയിൽ നിന്ന് പഠിക്കാനുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുകയാണേ. അങ്ങനെ ഇഷിതയും സുജിയും കൂടെ റൂമിലെത്തുമ്പോൾ സുജി പറയും, ഞാൻ പേടിച്ചു പോയിരുന്നു. ഞാനാ ശരിക്കും പേടിച്ചത് എന്ന് ഇഷിത പറയണേ. അമ്മയും അച്ഛനും ഈ ഡിവോഴ്സിനെ കുറിച്ച് സീരിയസ് ആയിട്ട് എടുക്കുമെന്നാ ഞാൻ വിചാരിച്ചത് എന്ന് പറയുമ്പോൾ മഹേഷ് ഏട്ടൻ എങ്ങനെയാ? ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് മനുഷ്യനിലേക്ക്. ഇനി നീ കൂടെ വന്നിട്ട് വേണം അതൊക്കെ മാറ്റാൻ എന്ന് പറയണേ. ഞാനോ? അതെ, നീയും 101 വന്നിട്ട് വേണം നമുക്ക് അവിടെയൊക്കെ പൊളിച്ചെടുക്കാൻ എന്ന് പറയാട്ടോ. മഹേഷ് ചോദിച്ചില്ലേ, നീ അനിയത്തിയാവാൻ നീ എൻ്റെ അനിയനെയാണോ കല്യാണം കഴിച്ചതെന്ന്? അതെ, ചോദിച്ചു. അനിയനുണ്ടായിരുന്നെങ്കിൽ നീ കെട്ടുമെന്നും പറഞ്ഞില്ലേ? അത് ഞാൻ പകരത്തിന് പകരം പറഞ്ഞതല്ലേ? എങ്കിലേ നീ കല്യാണത്തിന് റെഡി ആയിരുന്നോ? മഹേഷിന് അങ്ങനെ ഒരു അനിയൻ ഉണ്ടടി. അയ്യടാ, ഞാനൊന്നും കേട്ടില്ല. നീ വിനോദിന് മാത്രമേ കേട്ടുള്ളൂ? അതെ, ഉറച്ച തീരുമാനം. എങ്കിലേ വിനോദ് മാളികയ്ക്കൽ ആരാ? മഹേഷിന്റെ ഒരേ ഒരു അനിയൻ എന്ന് പറയുമ്പോൾ സുജി അങ്ങ് ഞെട്ടിപ്പോവാണേ. അതേടി, വിനോദ് എന്നെ കാണാൻ വന്നിരുന്നു, ഇക്കാര്യം പറഞ്ഞിരുന്നു. അവർ തമ്മിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. അതെന്നോടും വിനോദ് പറഞ്ഞിരുന്നു എന്ന് പറയാട്ടോ സുജി. ചേട്ടൻ സമ്മതിച്ചാൽ മാത്രമേ നമ്മുടെ കല്യാണം നടത്തുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. ഇപ്പൊ ശരിക്കും എൻ്റെ അനിയത്തി തന്നെ ആയി എല്ലടി എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിക്കുന്നുണ്ടേ. അപ്പോൾ ഇഷിത പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നീ ഇതാരോടും പറയണ്ട. അയ്യോ ചേച്ചി, എനിക്ക് കേട്ടിട്ട് വിളിച്ചു കൂവാനാ തോന്നുന്നത്. എങ്കിൽ ഈ കല്യാണം ഗോവിന്ദ എന്ന് പറയണേ. എനിക്ക് പോകാൻ സമയമായി, ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് അമ്മയോടൊക്കെ യാത്ര പറഞ്ഞ് പോകുമ്പോൾ അച്ഛൻ എന്തോ അസോസിയേഷന്റെ പ്രസിഡന്റിനെ കാണാനുണ്ടെന്ന് പറഞ്ഞില്ലേ? അച്ഛൻ വരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാനും വരുന്നു എന്ന് പറഞ്ഞിട്ട് പോവാണേ. എന്നിട്ട് അച്ഛൻ ഇഷിതയോട് സംസാരിക്കുന്നുണ്ട്. 2 ദിവസമായി എന്തൊക്കെയോ മനസ്സിൽ ഉരുണ്ടുകൂടുന്നു. അന്ന് ഞാനെടുത്ത് ബഹളം വെച്ചു, എന്താന്ന് പോലും ചോദിക്കാതെ എന്ന് പറയുമ്പോൾ ഇഷിത പറയും, അന്ന് താമസിച്ചു വന്നതിനായിരുന്നു ബഹളം, എന്താന്ന് കൂടി ചോദിക്കാതെ എന്ന് പറയുമ്പോൾ, അങ്ങനെ എത്രയോ ദിവസം നീ താമസിച്ചു വന്നിരിക്കുന്നു. അന്നത്തെ ദിവസം അങ്ങനെ അല്ലായിരുന്നു അച്ഛാ. അന്ന് 11 മണിയോടുകൂടി ഒരു ആക്സിഡന്റ് നടന്നിരുന്നു. ഒരു കുട്ടിയാണ് എന്ന് പറയുമ്പോൾ, നിന്റെ കാറാണോ? അതെന്ന് തോന്നുന്നു എന്ന് പറയട്ടോ. അവനെ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ടെൻഷൻ അടിച്ച മണിക്കൂറുകൾ. അന്ന് ഞാൻ പുലർച്ചയ്ക്ക് ആയിരുന്നു വന്നത്, അതുകൊണ്ടായിരുന്നു അവിടെ ബഹളം നടന്നത്. ആ കുട്ടി എവിടെയുള്ളതാ മോളെ? അതൊന്നും അറിയില്ല അച്ഛാ. ആ കുട്ടിക്ക് മെമ്മറി പോയി. അവൻ്റെ അച്ഛനും അമ്മയും ആരാണെന്നൊന്നും അവനറിയില്ല. അവൻ എന്നെ കണ്ടപ്പോൾ എന്നോട് ഞാനാണോ അവൻ്റെ അമ്മ എന്ന് ചോദിച്ചു. അതെ എന്ന് പറഞ്ഞു. അങ്ങനെ പറയാനാ എനിക്കപ്പോൾ തോന്നിയത്. അപ്പോൾ മാഷി ചോദിക്കും, ഇനി എന്താ അടുത്ത പരിപാടി? അവന് മെമ്മറി തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. മെമ്മറി കിട്ടിയാൽ എന്നെ അറിയണമെന്നൊന്നുമില്ല, എങ്കിലും ഇപ്പോൾ ഞാൻ അവൻ്റെ അമ്മയാണ്. അവൻ ഉറങ്ങിക്കഴിഞ്ഞിട്ടേ എനിക്ക് വരാൻ പറ്റത്തുള്ളൂ എന്ന് പറയാം കേട്ടോ. അപ്പം മാഷ് ഇഷിതയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സ്വപ്നവല്ലിയാണ്. സ്വപ്നവല്ലി രാമനോട് പറയും, ഇപ്പൊ ഞാൻ തനിച്ചായി. ഇഷിതയുടെ സൈഡാ എല്ലാവരും. ആണല്ലോ. അല്ല സ്വപ്നവല്ലി, ആരാ ഈ ഇഷിത? അത് 101 പെൺകുട്ടി ഇവിടെ എങ്ങനെ എത്തി? ഈ വീട്ടിലെ മരുമകളായിട്ട്. മരുമകളാണെങ്കിൽ എന്ത് ചെയ്യണം? താലി കെട്ടണം എന്ന് പറയണേ. ആര് താലി കെട്ടണം? മഹേഷ്. അപ്പോൾ മഹേഷിന്റെ ഭാര്യയാണ് ഇഷിത. അപ്പോൾ വിവാഹബന്ധം വേർപെടുത്തണമെങ്കിൽ മഹേഷും ഇഷിതയാണ് തീരുമാനിക്കേണ്ടത്, അല്ലാതെ സ്വപ്നവല്ലിയല്ല. കുറച്ചെങ്കിലും തിരിച്ചറിവ് വേണം. വിനോദിന്റെ ഭാര്യ കൂടി ഇങ്ങ് വന്ന് കയറാനുള്ളതാ. അതുകൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ, മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ അടിച്ചു പുറത്താക്കും. പിന്നെ സ്നേഹിച്ചാൽ ഇതൊരു കുടുംബമാകും എന്ന് പറഞ്ഞു കൊടുക്കട്ടോ രാമൻ. അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ വിനോദ് അവിടെ വന്ന് കയറാണ്. മോനെ. അപ്പോൾ രാമൻ പറയുന്നുണ്ട്, വന്നിരിക്കും മോനെ, മഹേഷ് പോയിട്ടില്ല. കുഴപ്പമില്ല അച്ഛാ, ഏട്ടൻ എന്നെ പുറത്തൊന്നും ആക്കില്ല എന്ന് പറയട്ടെ വിനോദ്. അപ്പോഴേക്കും മഹേഷ് വരുന്നുണ്ട്. ചേട്ടാ എന്ന് വിളിക്കുമ്പോൾ, അല്ല നിന്റെ പാർട്ടി പ്രവർത്തനമൊക്കെ ഏതുവരെ ആയി? അതൊക്കെ നന്നായി നടക്കുന്നു എന്ന് പറയുമ്പോൾ മഹേഷ് സ്വപ്നവല്ലിയോട് ചോദിക്കും, ഇഷിത പോയോ അമ്മേ? പോയി മോനെ എന്ന് പറയുമ്പോൾ വിനോദ് പറയുന്നുണ്ട്, ഞാൻ ഏടത്തിയമ്മയെ 2 ദിവസം മുൻപേ കണ്ടിരുന്നു. ഒന്നും ഉണ്ടായിട്ടല്ല, വെറുതെ ഒന്ന് കണ്ടതാ, കോഫി ഹൗസിൽ വെച്ച് എന്ന് പറയുമ്പോൾ മഹേഷ് ഇങ്ങനെ ചിന്തിക്കട്ടോ. മഹേഷിനോട് വേറൊരാള് ഇഷിതയെ കോഫി ഹൗസിൽ വെച്ച് കണ്ടെന്നും
ഒരു ചെറുപ്പക്കാരന്റെ കൂടെയാണെന്നും അതുപോലെ തന്നെ മഹേഷിന്റെ അമ്മയോടും ഇതാരോ പറയുന്നതൊക്കെ ഇങ്ങനെ കാണുകയാണ് കേട്ടോ. അന്നത്തെ ബഹളത്തിന് കാരണമായിട്ടുള്ള കാര്യമാണേ അത്. ഇഷിതയോട് നേരിട്ട് ചോദിക്കുന്നുണ്ട് നമ്മുടെ മഹേഷ്. ഓക്കെ, നീ ഇരിക്ക്, ഞാൻ ഓഫീസിൽ പോട്ടെ എന്ന് പറഞ്ഞിട്ട് മഹേഷ് അങ്ങ് പോവാണ്. മഹേഷ് പോയി കഴിഞ്ഞതിന് ശേഷം രാമ വിനോദിനോട് പറയുന്നുണ്ട്, നിന്നെയും ഇഷിതയെയും കോഫി ഹൗസിൽ വെച്ച് കണ്ടതിനാ ഇവളൊക്കെ ആ കുട്ടിയെ ഇത്രയ്ക്ക് അധിക്ഷേപിച്ചത്. എന്താ അമ്മ ഇത്? ചേച്ചി ഒരു പഞ്ചപാവമാണ്. ഞാൻ ചേച്ചിയോട് എല്ലാം പറഞ്ഞു എന്ന് പറയണേ. എന്തു പറഞ്ഞെന്ന്? ഞാൻ മഹേഷിന്റെ അനിയനാണെന്ന് പറഞ്ഞു. ഞങ്ങൾ എങ്ങനെ ഇത് പറയുമെന്ന് വിചാരിച്ച് പേടിച്ചിരിക്കുകയായിരുന്നു. എന്നിട്ട് അവളെ എന്ത് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ, ചേട്ടൻ എന്ന് നിന്നെ അംഗീകരിക്കുന്നു അന്ന് തന്നെ ഞാനും അംഗീകരിച്ചതായിട്ട് കൂട്ടിയാ മതി എന്നാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ എല്ലാവരും സന്തോഷിക്കുകയാണേ.